നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഗി ആന്റി, ഇനി എന്നെ അവർക്ക് വിട്ടുകൊടുക്കല്ലേ. ഞാൻ ഇനി എന്റെ രാഗി ആന്റിനെ വിട്ട് ഒരിടത്തും പോവില്ല. എന്തായി കാര്യങ്ങള്? സാറേ, അവളിപ്പോ എന്റെ കൂടെയുണ്ട്. കാര്യങ്ങളെല്ലാം സക്സസ്. രാഖി സൂക്ഷിക്കണം. എനിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് ജഗനെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ അവൻ വരുന്നതിന് പകരം എന്നെ ഹോസ്പിറ്റലാക്കാൻ അവന്റെ കൂട്ടുകാരനാണ് വന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ജഗനെന്തോ അത്യാവശ്യ കാര്യം വന്ന് പോകേണ്ടി വന്നു എന്നാ അവൻ പറഞ്ഞത്. ആ അത്യാവശ്യം ദിയമോളെ കാണാൻ വേണ്ടി തന്നെയാവും. അതുകൊണ്ട് രാഖി സൂക്ഷിക്കണം. ഒരുപക്ഷെ ദിയമോളെയും കൊണ്ട് രാഖി പോയ വിവരം അവൻ അറിഞ്ഞിരിക്കണം. അവനിപ്പോ എന്നെക്കാളും അവന്റെ അമ്മയെക്കാളും പ്രാധാന്യം അവളാണല്ലോ, ആ വന്ദന. അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ ആ ദിയ. അവൻ ആ പെണ്ണിനെ തേടി ഇറങ്ങി കാണും. ശരി സാർ, ഫോൺ വെച്ചേക്കേ. ഓക്കെ. അതെ മാഡം, ഒരു കാർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. സംശയിക്കണ്ട, എങ്കിലത് ജഗൻ തന്നെ ആയിരിക്കും. എവിടെ തെരഞ്ഞ ഇവളുടെ രക്ഷകൻ ഇറങ്ങിയിട്ടുണ്ട്. ജഗൻ, അവൻ വരും. അതിനു മുമ്പ് ഇവളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കണം. ഒരു മൂളല് പോലും പുറത്ത് കേൾക്കരുത്. ഇവരെ നിന്ന് രക്ഷപ്പെടാൻ ഒരു നമ്പർ ഇറക്കണം, ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. എന്തിനാ രാഗി ആന്റി എന്റെ വായില് പ്ലാസ്റ്റർ ഒട്ടിക്കുന്നത്? നിന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ. അതിന് ഞാൻ ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. രാഗി ആന്റിയുടെ ഫോൺ നമ്പർ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ എന്നെ ആ വീട്ടിൽ നിന്ന് രക്ഷിക്കണോന്ന് പറഞ്ഞ് വിളിച്ചേനെ. സത്യവാ ആന്റി, വന്ദനമ്മ പാവായിരുന്നു. പക്ഷെ അവരെന്നെ കളഞ്ഞിട്ട് വേറൊരാളെ കൂടെ കല്യാണം കഴിച്ചു പോയില്ലേ. പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. വീട്ടിൽ വന്നപ്പോ ഞാൻ കരഞ്ഞു പറഞ്ഞു. അപ്പൊ വന്ദനമ്മ പറയാ, നീ എന്റെ മോളല്ല, ആ രാജീവിന്റെ മോളാണെന്ന്. നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ കൊറേ കരഞ്ഞു. പിന്നെ എന്നെ ശരിക്കും തല്ലി. എനിക്ക് ആഹാരം ഒന്നും തരത്തില്ലായിരുന്നു. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നപ്പരാ ആന്റി അങ്കിൾമാരും കൂടി അവിടേക്ക് വന്നത്. അപ്പൊ നീ കരഞ്ഞതോ? അങ്ങനെ കരഞ്ഞത് എന്റെ അഭിനയമല്ലേ. ഇനി ആന്റീനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. മാഡം, ആ കാർ വേറെ വഴിക്ക് പോയി. എന്റെ ചക്കര മോളിങ്ങി വന്നേ.
ഉമ്മ. രാഗി ആന്റി ഇനി എന്നെ അവർക്ക് വിട്ടുകൊടുക്കല്ലേ. ഞാൻ ഇനി എന്റെ രാഗി ആന്റിനെ വിട്ട് ഒരു അടുത്തും പോവില്ല. ഉമ്മ. രാഗി ആന്റി ദിയമൾക്ക് ശൂഷി ഒഴിക്കണം. ഡ്രൈവർ ഒന്ന് വണ്ടി നിർത്തിക്കേ. ദിയമോൾക്ക് മൂത്രം ഒഴിക്കണമെന്ന്. ശരി മാഡം. അയ്യേ, നിങ്ങളൊന്നും ഇറങ്ങണ്ട, ദിയമൾക്ക് നാണാവും. ഞാൻ ദേ അവിടെ ഇരുന്നിട്ട് ഓടി വരാം. ഓക്കെ അല്ലേ? കേറി 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 അകത്തേര്. ജഗ, എനിക്ക് എന്റെ മോളെ വേണം. ഒന്ന് വേഗം വിട്. ഇതുവരെ ആയിട്ടും ദിയമോളെ കാണുന്നില്ലല്ലോ. നിങ്ങളൊന്ന് പോയി നോക്കിയേ. ശരി മാഡം. ശരി മാഡം. മാഡം, ദേവൾ ഓടുന്നു. പിടിക്കവളെ. ശരി. വന്ദന വിഷമിക്കണ്ട, തീമക്കൊന്നും സംഭവിക്കില്ല. ജഗ, എന്റെ മോള്. അയ്യോ, എന്നെ വീട്. എവിടേക്കാ നീ ഓടുന്നേ? അടങ്ങി നിൽക്കാം. മോളെ, മോളെ, വിട്. വേണ്ട, ദിയമോളെ ഇങ്ങ് വിട്ടേക്ക്. ഇല്ല, എന്റെ മോളെ ഞാൻ ആർക്കും തരില്ല. എന്ത് അവകാശത്തിന്റെ പേരിൽ? ദിയ എന്റെ ചേട്ടന്റെ മോളാ. എന്റെ ചേട്ടന്റെ രക്തം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.